വെൽക്കം ടു നൗറാസ് കിച്ചൺ. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു മീൻ തല വെച്ചിട്ടുള്ളൊരു കറിയാണ്. തലക്കറി എന്നൊക്കെ ഇതിന് വിളിക്കപ്പെടും. ഇതിലിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അയക്കുറ മീനാണ്. അയക്കുറ മീനിൻ്റെ തല പീസാക്കിയത്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. മൺചട്ടി ചൂടാക്കുമ്പോൾ ചെറിയ തീയിലിട്ട് ചൂടാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഗ്യാസിൽ വെക്കുമ്പോൾ അത് ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ചൂടായി വരുന്ന മൺചട്ടിയിലേക്ക് നമ്മൾ പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചേർക്കുന്നത് വലിയ ജീരകമാണ്. വലിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഈ വലിയ ജീരകം ചേർക്കാൻ കാരണം ഇതിലൊരു കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. മല്ലിപ്പൊടി ചേർത്തുണ്ടാക്കുന്ന ഏത് കറിയാണെങ്കിലും അതിൽ കുറച്ച് വലിയ ജീരകം ചേർത്താൽ രസമുണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നൊരു 1.5 വലിയ ഉള്ളി ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തത്. അത് നമുക്കിതിൽ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഏകദേശമൊക്കെ വഴന്നു വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേപ്പിൻ്റെ ഇലയാണ്. അത് കുറച്ച് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. വേപ്പിൻ്റെ ഇല അധികമായാലൊന്നും കുഴപ്പമില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക രസമായിരിക്കും. പിന്നെ അതുപോലെ പച്ചമുളക്, ഒരു 3 വലിയ പച്ചമുളക് നടുകിൽ കീറിയതാണ് ഞാനിതിൽ ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മസാല ഉള്ളി ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഈ ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമ്മൾ പുളി ചേർക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ അധികം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാതെ നോക്കണം. മൺചട്ടി ആകുമ്പോൾ ചൂടധികം കയറുമ്പോൾ സൈഡ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ആ ഉള്ളിയിൽ കിടന്നൊന്ന് മൂത്ത് വരുവോളം ഇഞ്ചിയും വെളുത്തുള്ളി ഇളക്കുക. അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഏകദേശം ഒരു വലിയ തക്കാളി 1, അതിനെ ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. ആ തക്കാളി ചേർക്കുമ്പോൾ നമ്മൾ പിന്നെ പുളി ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി തക്കാളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തക്കാളി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചെറുതായി അരിഞ്ഞത് കാരണം തക്കാളി പെട്ടെന്ന് വാടി കിട്ടും. പിന്നെ അതിനധികം സമയം പിടിക്കില്ല. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ കളറ് കൂടി കിട്ടും. ഇത് സാധാ നാടൻ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അധികം വേണ്ട. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ 3 മസാലകളാണ് ഇതിലേക്ക് ചേർക്കുന്ന പൊടി. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. അപ്പോൾ നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് നമ്മുടെ കൂട്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ്. ആ പുളി എത്രയാണോ ആവശ്യം, നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് കുറച്ച് ചേർക്കുക പുളി. മീൻ കറി ആകുമ്പോൾ ഒരു പുളിയുടെ രസം അതിൽ വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക. പുളി കൂടുതൽ ആവശ്യമുള്ളവരുണ്ടാവും, ചിലർക്ക് പുളി തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അതനുസരിച്ച് ചേർക്കുക. അപ്പോൾ അത് നമ്മുടെ പേസ്റ്റ് പോലെ ആയിട്ടുള്ള ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. നന്നായി മിക്സാക്കിയിട്ട് അപ്പോൾ നമ്മുടെ കൂട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതൊരു 2 ടീസ്പൂണ് എടുത്തിട്ട് കുറച്ച് വെള്ളം പാർന്ന് കലക്കിയതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാ തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലെടുക്കുക. മിക്സിയിൽ അരച്ചിട്ട് പാലെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ച് ചേർക്കാതെ മൊത്തത്തിൽ ചേർക്കാതെ അതിൻ്റെ പാല് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോഴും ഈ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഈ കൂട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിലിട്ട് വെക്കുക. മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. പിന്നെ ഇത് തിളച്ച് വരട്ടെ.
നമ്മുടെ കൂട്ടിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അയക്കൂറയുടെ തല പീസാക്കിയതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഏത് മീനാണോ ഇനി ഈ ഒരു കൂട്ടിൽ തല മാത്രമല്ല, നമുക്ക് സാധാ മീൻ വെച്ചിട്ട് ഫുൾ കഷ്ണമായിട്ട് തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. തലയാവുമ്പോൾ ഒരു വേറെ രസം ഉണ്ടാവുമെന്ന് മാത്രം. ഇനി നമുക്ക് എല്ലാ പീസുകളും ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചട്ടി ചെറുതായത് കാരണം അതിൽ ഫുള്ള് കൊള്ളാൻ പ്രയാസമാവും. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ പീസും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് താഴ്ത്തി കൊടുക്കുക. മീനിനെ അതിൽ ആ കറി മുകളിൽ വരുന്ന കോലത്തിൽ ആക്കിയെടുക്കുക. പിന്നെ അല്ലാതെ ഇട്ട് കുത്തി ഇളക്കരുത്, അത് ഉടഞ്ഞു പോകും മീൻ. എന്നിട്ട് നമുക്ക് ഈ മീൻ അധികം നേരം വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ്, ഏറിപ്പോയാലൊരു 6-7 മിനിറ്റ്, ഒരു 2 തിള എന്നേ പറയാനു. കാരണം ഇത്രയും നമ്മുടെ മസാല നല്ലോണം വെന്തിരിക്കുന്നത് കാരണം ആ ചൂടിലേക്കാണ് മീൻ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം നേരം തിളച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കയമ്പൊക്കെ ഉടഞ്ഞു പോവുള്ളൂ. ഇപ്പോൾ നമ്മുടെ മീൻ തിളച്ചിട്ട് നല്ലൊരു പാകത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും മൺചട്ടി ആയത് കാരണം അതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.